അപ്പോഴേ ഇന്നുണ്ടല്ലോ തീരെ മൂടില്ലാത്തൊരു ദിവസമായിരുന്നേ. അപ്പോൾ ഓർത്തു ഒന്ന് അമ്പലത്തിൽ പോകാം എന്ന്. അങ്ങനെ അമ്പലത്തിലേക്ക് എല്ലാവരെയും ചട്ടം കയറ്റി ഞാനിങ്ങ് ഇറങ്ങാൻ തുടങ്ങുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ എനിക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ റെഡിയായി. അതിന് മുമ്പ് ഫോണിൻ്റെ മുന്നേ നിന്ന് ഇങ്ങനെ ചില കോപ്രായങ്ങൾ കാണിച്ചില്ലേ ശരിയാവില്ലല്ലോ. വീടൊക്കെ പൂട്ടി ഇറങ്ങി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് എത്തി. എന്നാൽ നല്ല തിരക്കായിരുന്നേ, എന്താണെന്നറിയാൻ പാടില്ല. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. അങ്ങനെ വഴിപാടൊക്കെ കഴിച്ചു. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വന്നു. അങ്ങനെ എൻ്റെ വർക്കിംഗ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അരി ആദ്യം ഇട്ടു. അരി ഇപ്പം ഇട്ടില്ലെങ്കിൽ പിന്നെ മറന്നു പോകും. പിന്നെ ചോറുണ്ടാൻ നേരത്ത് കറി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ കറിയുള്ള നേരത്ത് ചോറുണ്ടാവില്ല. അങ്ങനെ മെഴുക്കുവരട്ടിക്ക് വേണ്ടി നല്ല വള്ളിപ്പയറുണ്ടായിരുന്നേ. അത് ഞാൻ നല്ല വറ്റൽമുളകും അധികം ചുവന്നുള്ളിയും അധികം കറിവേപ്പിലയും ഒക്കെ ഇട്ട് നല്ല മെഴുക്കുവരട്ടിയൊക്കെ വെച്ചു. ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട്, പോയി കാണണേ. ഇത് മാത്രമല്ല ഇന്നത്തെ പരിപാടികൾ വേറെയും കുറച്ചധികം ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ കൈയും പൊള്ളി. അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യല്. നല്ല പച്ച അയല കറി വെച്ചത്, ചമ്മന്തിപ്പൊടി, ചാള വറുത്തത്, നല്ല വള്ളിപ്പയർ, അധികം വറ്റൽമുളകും ഉള്ളിയും ഒക്കെ ഇട്ട് വഴറ്റിയത്, പിന്നെ നമ്മുടെ പോർക്ക് ഫ്രൈ. എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് തിന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് അലിഞ്ഞങ്ങ് ഇറങ്ങി പോകുമ്പോണ്ടല്ലോ സൂപ്പർ. അപ്പം ഞാൻ കഴിക്കട്ടെ. നിങ്ങളൊക്കെ കഴിച്ചോ? കഴിച്ചില്ലെങ്കിൽ വേഗം പോയി കഴിച്ചോ. ഈ പ്രായത്തിലുള്ള പിള്ളേരെ പട്ടിണി ഇരിക്കാൻ പാടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.